ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള PSCയുടെ പമ്പ് ഓപ്പറേറ്റർ, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ, സബ് എഞ്ചിനീയർ, ഇതൊക്കെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട എക്സാംസ് ആണ്. പമ്പ് ഓപ്പറേറ്റർ January 31 എക്സാം, അതുപോലെ തന്നെ സബ് എഞ്ചിനീയർ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സൂപ്പർവൈസർ January 1 എക്സാം. സോ ഇതിൻ്റെയൊക്കെ ബേസിൽ നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സെറ്റ് 37 ആണ്. 36 വരെ കാണാത്തവർ കാണാൻ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഡെയിലി അക്കാഡമിയിൽ ലൈവായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ഉണ്ട്. അപ്പോൾ നമ്മൾ December 15 KASൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡിഫറെൻറ്റ് ബാച്ച് കോഴ്സ് റണ്ണിംഗ് ആണ്. 120 ഡേയുടെ ഫൗണ്ടേഷൻ ബാച്ച് ഫോർ 10th ലെവൽ, ഓക്കെ. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് 22 ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഉള്ള ബാച്ചാണ്. ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സാണ് ക്ലാസ് എടുക്കുന്നത്. അതുപോലെ തന്നെ 23 ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്ത് 120 ഡേയുടെ കംപ്ലീറ്റ് ബാച്ച് ഫോർ LP UP എക്സാം, അതും ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സാണ് എടുക്കുന്നത്. 15 ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള 120 ഡേയുടെ കംപ്ലീറ്റ് ബാച്ച് ഓൺ SCRT ഫോർ ഓൾ കേരള PSC എക്സാം ബാച്ച് 2 15 ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്ത ബാച്ചാണ്. 9th ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്ത് 50 ഡേയുടെ കംപ്ലീറ്റ് കോഴ്സ് ഫോർ HSA പാർട്ട് എ എക്സാം, അതും ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സാണ് റണ്ണിങ് ക്ലാസ് എടുക്കുന്നത്. 75 ഡേയുടെ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ ബാച്ചും റണ്ണിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ ഡിഗ്രി ലെവൽ ഇങ്ങനത്തെ എക്സാംസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്കാഡമിക് ക്ലാസ്സിൽ ജോയിൻ ആവാം. അതോടൊപ്പം തന്നെ നമുക്ക് ലൈവായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും വരുന്നുണ്ട്. ഓൾ ഫ്രൈഡേ കറണ്ട് അഫെയർസ് ടെസ്റ്റ് ഉണ്ട്. ഫ്രീ ആയിട്ടുള്ള ടെസ്റ്റാണ്. ഇനി അടുത്ത് 31st ഫ്രൈഡേ ആണ് വരുന്നത്. 8 to 8:30 PM ആണ്. അപ്പോൾ ഡിഫറെൻറ്റ് പ്രൈസസും കൊടുക്കുന്നുണ്ട്. പ്ലസ്സിലാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് സിലബസ്, അൺലിമിറ്റഡ് പ്രാക്ടീസ് ടെസ്റ്റ്, അൺലിമിറ്റഡ് PDF നോട്ട്സ്, റെഗുലർ ഡൗട്ട് ക്ലിയറിംഗ് ബൈ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആയിരിക്കും. പിന്നെ മൈ റെഫറൽ കോഡ് സിനു ആൻസി യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഓരോ മാസത്തെ ഫീസിൽ നിന്നും 10% ഓഫും ഉണ്ട്. സോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യൂ. അതുപോലെ തന്നെ നമ്മുടെ ലൈവ് ക്ലാസ്സിൽ വരുന്നവരും സിനു ആൻസി റെഫറൽ കോഡ് ടൈപ്പ് ചെയ്താണ് ലൈവ് ക്ലാസ്സിൽ ജോയിൻ ആവാനുള്ളത്. സോ നിങ്ങളുടെ അക്കാഡമിയിൽ ഇതാണ് നമ്മുടെ അക്കാഡമിയിലെ ക്ലാസ് ഡീറ്റെയിൽസ്. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പവർ ഇലക്ട്രോണിക്സ്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ലാസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന ടോപ്പിക് വൈസ് MCQ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ ക്വസ്റ്റ്യൻസ് MCQ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് യൂസ്ഡ് ഫോർ ഗ്രോയിങ് NPN ഹെട്രോജൻഷൻ ഫോട്ടോ ട്രാൻസിസ്റ്റർ. ഡാഷ് ഈസ് യൂസ്ഡ് ഫോർ ഗ്രോയിങ് NPN ഹെട്രോജൻഷൻ ഫോട്ടോ ട്രാൻസിസ്റ്റർ. ലിക്വിഡ് ഫേസ് ട്രാൻസ്ക്യൂലൈസർ ആണോ, ഹെട്രോപോളെക്സ് ആണോ, സോളിഡ് സബ്സ്ട്രേറ്റ് ആണോ, ലിക്വിഡ് ഫേസ് എപ്പിസ്റ്റാക്സിസ് ആണോ? ഏതായിരിക്കും? ഡാഷ് ഈസ് യൂസ്ഡ് ഫോർ ഗ്രോയിങ് NPN ഹെട്രോജൻഷൻ ഫോട്ടോ ട്രാൻസിസ്റ്റർ. ഇറ്റ് ഈസ് ഓപ്ഷൻ D ആണ്, ലിക്വിഡ് ഫേസ് എപ്പിസ്റ്റാസിസ്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡയോഡ് വിച്ച് എമിറ്റ്സ് എ സിംഗിൾ വേവ് ലെങ്ത് കോഹറൻറ്റ് ലൈറ്റ്. ദ ഡയോഡ് വിച്ച് എമിറ്റ് സിംഗിൾ വേവ് ലെങ്ത് കോഹറൻറ്റ് ലൈറ്റ് ഈസ് LED, ടണൽ ഡയോഡ്, ലേസർ ഡയോഡ്, ഫോട്ടോ ഡയോഡ്. ഏതായിരിക്കും? ഇറ്റ് ഈസ് ഓപ്ഷൻ C ആണ്, ലേസർ ഡയോഡ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് മെറ്റീരിയൽ ഇൻ CRT ഗ്ലോസ് വെൻ ഹൈ എനർജറ്റിക് ഇലക്ട്രോൺസ് സ്ട്രൈക്ക് ഇറ്റ് സർഫസ്. ഏത് മെറ്റീരിയലാണ് CRT കാഥോഡ് റേ ട്യൂബ് ഗ്ലോ ചെയ്യുന്ന വെൻ ഹൈ എനർജറ്റിക് ആയിട്ടുള്ള ഇലക്ട്രോൺസ് സർഫസിൽ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഏത് മെറ്റീരിയൽ ആയിരിക്കും ഗ്ലോ ചെയ്യുന്നത്? സിലിക്കൺ ആണോ, അക്വാഡക് ആണോ, ജെർമേനിയം ആണോ, ഫോസ്ഫർ ആണോ? ഏതായിരിക്കും വരുന്നത്? ഇറ്റ് ഈസ് ഓപ്ഷൻ D ആണ്, ഫോസ്ഫർ ആണ് ഗ്ലോ ചെയ്യുന്നത്. ഓക്കെ, ഓപ്ഷൻ D ആണ് ഫോസ്ഫർ. അടുത്ത് നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഗേറ്റ് റിക്വയർഡ് ടു ബിൽഡ് എ ഹാഫ് ആർഡർ സർക്യൂട്ട് ബിൽഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗേറ്റ് ഏതൊക്കെയാണ്? XOR ആൻഡ് NOR ഗേറ്റ് ആണോ, XOR ഗേറ്റ് OR ഗേറ്റ് ആണോ, XOR ആൻഡ് NAND ഗേറ്റ് ആണോ, XOR ആൻഡ് AND ഗേറ്റ് ആണോ? ഏതായിരിക്കും വരുന്നത്? ഇറ്റ് ഈസ് ഓപ്ഷൻ C ആണ് വരുന്നത്. XOR ഗേറ്റും AND ഗേറ്റും ആണ് ഹാഫ് ആഡർ ബിൽഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗേറ്റ്സ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ലോജിക് ഫാമിലി ഹാസ് ലോ പവർ ഡിസിപ്പേഷൻ ആൻഡ് ഡാഷ് ഹാസ് എക്സലൻറ്റ് നോയിസ് ഇമ്മ്യൂണിറ്റി. അപ്പോൾ ഇതിനാണ് ലോ പവർ ഡിസിപ്പേഷൻ ഉള്ളത്? ഏത് ലോജിക് ഫാമിലിയിലാണ് ലോ പവർ ഡിസിപ്പേഷൻ ഉള്ളത്? ഇറ്റ് ഈസ് ഓപ്ഷൻ B ആണ്, RTL ലോജിക് ഫാമിലിയിലാണ് എക്സലൻറ്റ് നോയിസ് ഇമ്മ്യൂണിറ്റി ഉള്ളത് HTL. എക്സലൻറ്റ് നോയിസ് ഇമ്മ്യൂണിറ്റി ഉള്ളത് HTL ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഈസ് എ പുൾ അപ്പ് റെസിസ്റ്റർ നീഡഡ് വെൻ കണക്ടിങ് TTL ലോജിക് ടു CMOS ലോജിക്. വൈ ഈസ് എന്തിനാണ് ഒരു പുൾ അപ്പ് റെസിസ്റ്റർ ആവശ്യമായിട്ടുള്ളത് TTL ലോജിക്ക് CMOS ലോജിക്കിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ? ഏതായിരിക്കും? in order to increase the output low voltage ആണോ, decrease the output low voltage ആണോ, അതോ to increase the output high voltage ആണോ, to decrease the output high voltage ആണോ? എന്തിനായിരിക്കും? ഇറ്റ് ഈസ് ഓപ്ഷൻ C ആണ്, to increase the output high voltage. അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ ബേസിക് SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് ബൈ ക്രോസ് കപ്ലിംഗ് വിച്ച് ബേസിക് ലോജിക് ഗേറ്റ്സ്. ഒരു SR ഫ്ലിപ്പ് ഫ്ലോപ്പ് എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്? ബൈ ക്രോസ് കപ്ലിംഗ്. ഏതൊക്കെ ബേസിക് ലോജിക് ഗേറ്റ്സ് ക്രോസ് കപ്പിൾ ചെയ്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ C ആണ്, നോറും NAND ഗേറ്റ്സും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ഫോർവേഡ് വോൾട്ടേജ് ക്യാൻ ബി അപ്ലൈ ടു ആൻ SCR ആഫ്റ്റർ ഇറ്റ്സ്. എപ്പോഴായിരിക്കും ഒരു ഫോർവേഡ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത്? ആഫ്റ്റർ ഇറ്റ്സ് ആനോഡ് വോൾട്ടേജ് റെഡ്യൂസസ് 0 ആണോ, ഗേറ്റ് റിക്കവറി ടൈം ആണോ, റിവേഴ്സ് റിക്കവറി ടൈം ആണോ, ആനോഡ് കറണ്ട് റെഡ്യൂസസ് ടു 0 ആണോ? ആഫ്റ്റർ ഇറ്റ്സ് ഗേറ്റ് റിക്കവറി ടൈം ആണ്, ഓപ്ഷൻ B ആണ്.
Peak inverse rating of a triac. Peak inverse rating of a triac. Peak inverse rating of a triac same as that of thyristor ആണോ, greater than that of thyristor ആണോ, inferior and very much less than that of thyristor ആണോ, not very significant due to nature of its application ആണോ? ഏതായിരിക്കും വരുന്നത്? ഇറ്റ് ഈസ് ഓപ്ഷൻ സി ആണ്, inferior and very much less than that of a thyristor. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ലോഡ് വോൾട്ടേജ് ഓഫ് എ ചോപ്പർ ക്യാൻ ബി കൺട്രോൾഡ് ബൈ വേരിയിങ്. ദ ലോഡ് വോൾട്ടേജ് ഓഫ് എ ചോപ്പർ ക്യാൻ ബി കൺട്രോൾഡ് ബൈ വേരിയിങ്. എങ്ങനെയാണ് കൺട്രോൾഡ് ബൈ വേരിയിങ്? ഡ്യൂട്ടി സൈക്കിൾ, ബൈ വേരിയിങ് ദ ഡ്യൂട്ടി സൈക്കിളാണ്, ബൈ വേരിയിങ് ദ ഡ്യൂട്ടി സൈക്കിൾ. അടുത്ത ക്വസ്റ്റ്യൻ, സിംഗിൾ ഫേസ് ഫുൾ ബ്രിഡ്ജ് ഇൻവെർട്ടർ ക്യാൻ ഓപ്പറേറ്റ് ഇൻ ദ ലോഡ് കമ്മ്യൂട്ടേഷൻ മോഡ് ഇൻ കേസ് ലോഡ് കൺസിസ്റ്റ് ഓഫ്. ഒരു സിംഗിൾ ഫേസ് ഫുൾ ബ്രിഡ്ജ് ഇൻവെർട്ടർ ക്യാൻ ഓപ്പറേറ്റ് ഇൻ ലോഡ് കമ്മ്യൂട്ടേഷൻ മോഡ് ഇൻ കേസ് ലോഡ് കൺസിസ്റ്റ് ഓഫ് RLC ഓവർ ഡാംഡ് ആണോ, RLC അണ്ടർ ഡാംഡ് ആണോ, RLC ക്രിട്ടിക്കലി ഡാംഡ് ആണോ, നൺ ഓഫ് ദി എബോ ആണോ? ഏതായിരിക്കും വരുന്നത്? ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ്, RLC അണ്ടർ ഡാംഡ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ 10 ക്വസ്റ്റ്യൻസ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, നമ്മുടെ ഒരു പോളിടെക്നിക് ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് 10 ക്വസ്റ്റ്യൻസ്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പഠിക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.